Oh! 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 Aha. കാക്ക വിരുന്ന് വിളിച്ചാ വിരുന്നാര് വരുമെന്ന് നോക്ക്. എന്റെ കൂടെ ആരാ വന്നിരിക്കുന്നെന്ന് നോക്ക്. അടികൈ. ഈ വ്യക്തി ആരാണ്? എന്നെ കാണാൻ എന്തിനാ വന്നിരിക്കുന്നത്? ഞാൻ എവിടെ പോയാലും ശരി എന്നെ നന്നായിട്ട് വരവേൽക്കും, പിന്നെ മാലയിട്ട് സ്വീകരിക്കും, പിന്നെ നന്നായിട്ട് സൽക്കരിക്കുകയും ചെയ്യും. നിങ്ങൾ ആളാരാ? എനിക്ക് നിങ്ങളോട് സംസാരിക്കേണ്ട. ഇങ്ങോട്ട് അകത്തേക്ക് വന്നപ്പോ സഹിക്കാൻ പറ്റാത്ത ഒരു നാറ്റമാണ്. കിച്ചണിൽ സാധനങ്ങൾ വെക്കാൻ വേണം കണ്ടെയ്നർ. ഇയാളാണ് നിങ്ങളുടെ ക്യാറ്റ് ട്രെയിനർ. അടികൈ. അതെ, കിറ്റിയെ ട്രെയിൻ ചെയ്യിക്കാൻ വേണ്ടി കൊണ്ടുവന്നതാ. പിന്നെ വിചാരിച്ചു ഹണിയും പണിയും കൂടി ചെയ്യിക്കാന്ന്. അവർക്ക് ട്രെയിനിങ്ങിന്റെ ഒന്നും ആവശ്യമില്ല, മനസ്സിലായോ? പക്ഷെ നിങ്ങൾ എങ്ങനെയാണ് ട്രെയിൻ ചെയ്യിക്കുന്നത്? മര്യാദ, അനുസരണ, ശുചിത്വം, പിന്നെ സെൽഫ് ഡിഫെൻസ്. ഗുഡ്. ഇത് വളരെ ആവശ്യമുള്ള കാര്യമാണ്. നിങ്ങൾ നാളെ തന്നെ ട്രെയിൻ ചെയ്യാൻ തുടങ്ങിക്കോളൂ. നാളെ എന്നത് നമുക്കല്ല, ഇന്നാണ് നമുക്കുള്ളത്. അതുകൊണ്ട് ഇന്ന് തന്നെ ട്രെയിനിങ് തുടങ്ങാം. എല്ലാരും വരും പുറത്തേക്ക്. ഞാൻ നിങ്ങളോട് എന്തൊക്കെ പറയുന്നുവോ അതുപോലെ നിങ്ങൾ ചെയ്തിരിക്കണം. എന്താ ചെയ്യേണ്ടത് സർ? അതായത് നിങ്ങളുടെ പാദങ്ങൾ വളരെ മോശമാണ്. നടക്കുമ്പോൾ ഒരു ഭംഗിയും ഇല്ല. നിങ്ങൾ നടക്കുമ്പോൾ തന്നെ ആളുകൾക്ക് മനസ്സിലാവണം നിങ്ങളുടെ കുടുംബത്തിന്റെ മഹിമ. അതെങ്ങനെയാ? മോഡൽസ് റാമ്പിൽ നടക്കുമ്പോൾ അതിനെ കാറ്റ് വാക്ക് എന്ന് പറയുന്നു. നിങ്ങൾ കാറ്റ്സ് ആണ്, എന്നിട്ട് നിങ്ങളുടെ വാക്ക് മോശമാണ്. അതുകൊണ്ട് ഭംഗിയായി നടക്കണം, ഭംഗിയായി. ആൺപൂച്ചകൾ പെൺപൂച്ചകളെ പോലെയല്ല നടക്കേണ്ടത്. പിന്നെ ഞങ്ങൾ എന്ത് ചെയ്യണം? ചാടണം, ചാടി മറിയണം. ആ ആ വേറൊന്നും നടന്നില്ലെങ്കിലും സർക്കസിൽ തീർച്ചയായിട്ടും ഇവർക്ക് ജോലി കിട്ടും, മനസ്സിലായോ? ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് സെൽഫ് ഡിഫെൻസ് പഠിപ്പിച്ചു തരാം. ഡോഗി, ഇങ്ങോട്ട് വരൂ. ഞാനോ? എടാ മണ്ട, ഇവിടെ ഡോഗായിട്ട് വേറെ ആരാണ് ഉള്ളത്? ഞാൻ ജോർദാറാണ്. ജോർദാർ. ജോർദാറായാലും സാമ്പാറായാലും അല്ലെങ്കിൽ അച്ചാറായാലും നീ ഡോഗി തന്നെയാ. ഡോഗി അല്ലാതെ മുയലൊന്നും അല്ലല്ലോ.
ഈ ഡോഗി പൂച്ചകളെ ആക്രമിക്കണം. അപ്പോൾ നിങ്ങൾ സെൽഫ് ഡിഫൻസ് ചെയ്യേണ്ടതാണ്. ഞങ്ങളെ കളിയാക്കി ചിരിച്ചില്ലേ? ഇപ്പൊ കാണിച്ചു തരാം. Attack. എടാ, നിങ്ങൾ പൂച്ചകളല്ലേ? പൂച്ചകളെ പോലെ പെരുമാറാൻ പഠിക്ക. ഇവൻ ഡോഗികളുടെ പേര് നശിപ്പിക്കാൻ വേണ്ടി ജനിച്ചിരിക്കുകയാണ്. ശരിക്കുള്ള ഡോഗി അറ്റാക്ക് ചെയ്യുമ്പോ ആക്രമിക്കുകയല്ല, ഓളിക്കുകയാണ് വേണ്ടത്. അടിച്ചു പൊളിച്ചു തിമിർത്തു. ട്രെയിനിങ് കാറ്റ്സിനാണ് നടക്കുന്നത്, പക്ഷെ പണി ഡോഗിനാണ് കിട്ടുന്നത്. കൊള്ളാം, സംശയമുണ്ടോ? നിനക്ക് ആരെങ്കിലും കാണുമ്പോ പേടിയുണ്ടോ? എനിക്കോ? എനിക്ക് നിങ്ങളെ കാണുമ്പോ അത് നല്ലതാ. എന്നെ കാണുമ്പോ എത്ര വലിയ ധൈര്യശാലിയാണെങ്കിലും ഒന്ന് പേടിച്ച് വിറയ്ക്കും. സാർ എനിക്ക് തീ കാണുമ്പോ പേടിയാ. അങ്ങനെയാണോ? എങ്കിൽ തീ കൊണ്ടുവരൂ. ഹോയ്. ഇപ്പൊ കാണിച്ചു തരാം. ആ, ഓയ്. ഓ, ഓ. ഓ, ഓ. ഇവനെ പിടിച്ച് മുളക് തീറ്റിച്ചുകൊണ്ടേയിരിക്കെ, എന്നിട്ട് ഞങ്ങളെ പേടിപ്പിക്ക്. എടാ ദുഷ്ടന്മാരെ, ഞാൻ നിങ്ങൾക്ക് എന്ത് ദ്രോഹം ചെയ്തത്? നമ്മുടെ പ്ലാൻ നമുക്ക് തന്നെ ഭാര്യയായില്ല. ഹണി, പേടിച്ച് ഓടിയിട്ട് കാര്യമൊന്നുമില്ല. ചെറുത്ത് നിൽക്കണം, എന്നിട്ട് തീ വരുന്ന സോഴ്സ് അടയ്ക്കണം. ദാ ഇങ്ങനെ. തീ അണയ്ക്കുന്നത് വെള്ളം കൊണ്ടാണ്. എന്താ ഇപ്പൊ പേടി മാറിയോ? ഇല്ല സാർ, 3-4 ദിവസം ഇങ്ങനെ പ്രാക്ടീസ് ചെയ്താൽ പേടി മാറിക്കോളും. ഓക്കെ, ഇന്ന് ആദ്യത്തെ ദിവസമല്ലേ. നാളെ മുതൽ സ്ട്രെങ്ത് കൂട്ടാൻ വേണ്ടി 20 കിലോമീറ്റർ റണ്ണിങ്, പിന്നെ റോക്ക് ക്ലൈംബിംഗ് ചെയ്യണം. റണ്ണിങ്, റോക്ക് ക്ലൈംബിംഗ്, നടുവൊടിയുടെ കൊച്ചളിയ. എന്നെ എന്തിനാ മുളക് തീറ്റിച്ച്? ഈ ട്രെയിനർ നമ്മളെ ജീവിക്കാൻ അനുവദിക്കത്തില്ല. എന്നെ എന്തിനാ മുളക് തീറ്റിച്ചേന്ന്? ഈ ട്രെയിനറിനെ എങ്ങനെങ്കിലും ഒഴിപ്പിച്ചേ മതിയാവൂ. എന്നെ എന്തിനാ മുളക് തീറ്റിച്ചത്? ഒന്നും മിണ്ടായിരിക്കെ, ഇവിടെ ജീവൻ തന്നെ അപകടത്തിലായിരിക്കുമ്പോ മുളക് മുളകെന്ന് പറഞ്ഞ അവന്റെ ഒരു കരച്ചിൽ. നീ മിത്രമല്ല, ശത്രുവാണ്. സംശയമുണ്ടോ? ശത്രുത ഫൈറ്റ് കിട്ടിപ്പോയി. എന്ന് വെച്ചാ എന്ന് വെച്ചാൽ നമ്മൾ ഒച്ചയെടുത്തുകൊണ്ട് പരസ്പരം തല്ലുകൂടണം. ബാക്കി ഞാൻ നോക്കിക്കോളാം. വീടില്ല നിന്നെ ഞാൻ പപ്പടം പോലെ പൊടിച്ചു കളയും. How's that? എടാ പോപ്പട്ടെ, നിന്നെ ഞാൻ ഇന്ന് വിടില്ല. പിടിച്ചിട്ട് വേണ്ട വിടാൻ. നിന്നെ ഞാൻ വിടില്ല. വീടില്ല നിന്നെ ഞാൻ പപ്പടം പോലെ പൊടിച്ചു കളയും. എടേ, ഞാൻ നിന്നെ വെറുതെ വിടില്ല. ഇവിടെ എന്താ ഈ നടക്കുന്നത്? മര്യാദക്ക് എല്ലാവരും നേരെ നിൽക്കുന്നുണ്ടോ? കൂട്ടുകാരിങ്ങനെ തല്ലുകൂടുകയാണോ വേണ്ടത്? ഞങ്ങളുടെ ട്രെയിനർ സാർ പറഞ്ഞത് നായ പൂച്ചകളുടെ ശത്രുവാണെന്നാ. എന്ത്? അതെ, അദ്ദേഹമാ പറഞ്ഞത്. തത്തയും പക്ഷികളൊക്കെ കണ്ട പിടിച്ച് തിന്നണമെന്ന്. ഉടനെ കഴിക്കണം. എന്ത് ട്രെയിനിങ് അയാൾ നിങ്ങൾക്ക് തരുന്നത്? എന്റെ കുട്ടികളെ അയാൾ വഷളാക്കുകയാണല്ലോ. ഞാൻ അയാളുടെ മുട്ടികാല് തല്ലി ഒടിക്കും. എന്നാ പിന്നെ കന്നാസാറിന്റെ ഓടിക്കണം. അങ്ങനെയല്ലേ ഇയാളെ കൊണ്ടുവന്നത്. ശരിയാ,
കന്ന സാർ ഇന്നാ ട്രെയിനറിനെ മേഡം ശരിക്കും ട്രെയിൻ ചെയ്യും. ഓ വാ വാ, നിങ്ങൾ രണ്ടുപേരെയുമാണ് ഞാൻ നോക്കിക്കൊണ്ടിരുന്നത്. ആ ഓക്കെ, ട്രെയിനിങ്ങിന്റെ സമയമായി. എനിക്ക് സമയം നഷ്ടമാകുന്നത് ഒട്ടും തന്നെ ഇഷ്ടമുള്ള കാര്യമല്ല. ഇത്ര നല്ല ട്രെയിനിങ് കൊടുക്കുന്നതിന് പ്രത്യുപകാരമായി എന്റെ പക്കൽ നിന്നും താങ്കൾക്കൊരു സമ്മാനം. ഇന്നാ പിടിച്ചോ. കടന്നു പോടോ പുറത്ത്. അത് കന്ന സാറിനുള്ള സമ്മാനം. കറങ്ങാൻ പോയവരെ സ്നേക്ക് കടിച്ചു. മിസ് കാട്ട്കർ എന്നെ കേക്കും കൊണ്ടടിച്ചു. കൊട്ടുകൈ. എന്റെ പിള്ളേര് തമ്മിൽ അടുപ്പിക്കുവാണ്. ഇയാളെയും കൊണ്ട് ഇപ്പൊ തന്നെ ഇവിടുന്ന് പോകണം. വെളുക്കാൻ തേച്ചത് മുഖത്ത് പാണ്ടായി. കേക്ക് വന്ന് വീണപ്പോ ഞങ്ങളുടെ മുഖം വൃത്തികേടായി. നമുക്കിവിടുന്ന് സ്ഥലം വിടാം. ഇവിടുത്തെ ട്രെയിനിങ് കഴിഞ്ഞു.